സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. രാഹുൽ മാങ്കൂട്ടം MLA-യെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഉശിരനായ ഒരു യുവനേതാവിനെ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു MLA-യെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കരുത്തു കാട്ടിയ റിപ്പോർട്ടർ TV ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ചില കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും നേരം പുലർന്നിട്ടില്ല. എത്ര കാലമായി കോൺഗ്രസിനെ ഇങ്ങനെ നാണം കെടുത്താനും തകർത്തു കളയാനും വേണ്ടി റിപ്പോർട്ടർ TV രംഗത്ത് നിൽക്കുന്നത് എന്ന് അവർക്ക് നന്നായി അറിയാം. എന്നിട്ടും അവർ പടച്ചുവിടുന്ന വാർത്തകൾക്കും ആരോപണങ്ങൾക്കും വില നൽകിക്കൊണ്ടാണ് പാർട്ടിയിലെ ചില നേതാക്കൾ ഇപ്പോഴും രംഗത്ത് വരുന്നത്. CPM-ലെ ശശിമാർക്കോ കടകംപള്ളിക്കോ തോമസ് ഐസക്കിനോ എന്തിനേറെ ലൈവായി നിൽക്കുന്ന മുകേഷ് MLA-ക്കോ എതിരെ ഇല്ലാത്ത ഒരു വികാരം കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചോദിച്ചാൽ അതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. ഒരു പരാതി പോലും മാങ്കൂട്ടത്തിനെതിരെ ഇല്ലാതെ പോലീസിൻ്റെയോ കോടതിയുടെയോ മുൻപിൽ ഒന്നും അറിയിക്കാത്തൊരു കേസിനെ ചൊല്ലി റിപ്പോർട്ടർ TV തകർത്താടുമ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടുകൂടി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ മുൻതൂക്കം ലഭിച്ചതാണ്. അതും കഴിഞ്ഞ് പിന്നെയും പരാതികളൊന്നും വരാത്ത സ്ഥിതി വന്നപ്പോഴാണ് റിപ്പോർട്ടർ TV-യുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തീർക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയത്. CPM-ൻ്റെയും BJP-യുടെയും എല്ലാ പിന്തുണയോടും കൂടി റിപ്പോർട്ടർ TV തുടങ്ങിവെച്ച ഒരു പരിപാടിയാണ് ഇപ്പോൾ അവർ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. VD സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു പെൺകുട്ടി തുറന്നുവിട്ട ഈ ആരോപണം പിന്നീട് ഗർഭചിത്രത്തിലേക്കും അത് കഴിഞ്ഞ് ട്രാൻസ്ജെൻഡറിനെ ബലാത്സംഗം ചെയ്യാൻ ഹൈദരാബാദിലേക്ക് വിളിച്ചു എന്ന പരാതിയും ഒക്കെ അതിന് പിന്നാലെ വന്നു. ഇതെല്ലാം സത്യമാണോ എന്നതിനപ്പുറം ഇതെല്ലാം CPM-ഉം BJP-യും ഒപ്പം മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്ന് വളരെ വ്യക്തമായി കേരള സമൂഹം മനസ്സിലാക്കിയതാണ്. എന്നിട്ടും മാങ്കൂട്ടം എന്ന കരുത്തനായ യുവനേതാവിനെ പാർട്ടി കൈയൊഴിഞ്ഞു. അതും ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മാത്രം. പാർട്ടി അച്ചടക്കം പറയുന്നവർ ഈ കാര്യവും പാർട്ടിയിൽ പറയുന്നതിന് പകരം മാധ്യമങ്ങളുടെ മുന്നിലാണ് വിളമ്പിയത്. അതും സ്വന്തം ഇമേജ് രക്ഷിക്കാൻ വേണ്ടി മാത്രം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പ്രവർത്തകരുടെ വികാരം കൂടി നോക്കേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരുത്താൻ ആദ്യം പാർട്ടി ശ്രമിക്കണമായിരുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ വികാരവും മാനിക്കണമായിരുന്നു പാർട്ടി. നമുക്കറിയാം, സരിതാ നായർ എന്നൊരു പെൺ കഥാപാത്രത്തെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ നശിപ്പിച്ചു വിടുന്ന കഥ കണ്ടവരാണ് കോൺഗ്രസ് നേതാക്കൾ. പാവം ഉമ്മൻചാണ്ടിയെ CPM-കാർ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവരോടൊപ്പം കൂടി ഒറ്റുകൊടുത്തവരാണ് ഇന്ന് കോൺഗ്രസിന്റെ തലപ്പത്തുള്ള ചില നേതാക്കൾ. അതേ പണിയാണ് അല്പം വലിപ്പം കുറഞ്ഞ മാങ്കൂട്ടം MLA-യോടും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സരിതാ നായർ ഉമ്മൻചാണ്ടിയെ മാത്രമാണോ പറഞ്ഞത്? KC വേണുഗോപാൽ, PC വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ, AP അനിൽകുമാർ അടക്കമുള്ള പ്രമുഖ നേതാക്കളെയെല്ലാം കുറിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും ഉചിതമായ തീരുമാനമെടുക്കാനും കഴിയാതെ പോയത് കോൺഗ്രസിനുള്ളിൽ ചില നേതാക്കൾ കാരണം തന്നെയാണ്. അധികാരം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അവസാനം ഓരോ നേതാക്കളും കുറ്റക്കാരല്ല എന്ന് കണ്ട് കോടതിയും നിയമ സംവിധാനങ്ങളും വെറുതെ വിട്ടു. പക്ഷെ കേരളത്തിലോ കോൺഗ്രസ് ആ സമരം നടന്ന 2015 ശേഷം ഇന്ന് വരെ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല. ഏതൊരു പാർട്ടിയെയും തകർക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു പെണ്ണ് വേണം എന്നുള്ളത് നന്നായി എല്ലാവർക്കും അറിയാം. എങ്കിലും CPM എന്ന വൃത്തികെട്ട പാർട്ടി അത് നന്നായി ഉപയോഗിക്കുകയാണ്, ചില കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി ഇനി പരാതി വരുമ്പോൾ നോക്കാമെന്നും നടപടിയെടുക്കാമെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന ചാനലുകാരോടും CPM BJP സൈബർ ഗുണ്ടകളോടും പോയി പണി നോക്കാൻ പറഞ്ഞ് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കണമായിരുന്നു. ഇത് പാർട്ടിക്കൊപ്പം ചങ്കായി നിന്ന ഒരു യുവ നേതാവിനെ, വികാരമായിരുന്ന ഒരു നേതാവിനെ ഒറ്റുകൊടുത്തുകൊണ്ട് കോൺഗ്രസിലെ ചില നേതാക്കൾ കരുത്തുകാട്ടി എന്നവർ വിശ്വസിക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയല്ലായിരിക്കാം. പക്ഷെ പരാതിയൊന്നും ഇതുവരെ ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെ തകർത്ത് കളഞ്ഞത് ഏതായാലും ശരിയായില്ല. ഇത് കോൺഗ്രസിൻ്റെയല്ല, റിപ്പോർട്ടർ TV-യുടെ വിജയമാണ്.